അപ്പൊ അഡിക്ഷൻ തന്നെ ആണോടെ? നിനക്ക് അവന് സംശയമുണ്ടോ? ഉണ്ട്. അവൻ വേറെ പെൺപിള്ളേരോട് സംസാരിക്കുന്ന കണ്ടാ നിനക്ക് കലി വരുന്നുണ്ടോ? വരും. നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടോ അവൻ ഓൺലൈൻ ആണോ അല്ലയോന്ന്? ഉണ്ട്. നീ കോൾ ചെയ്യുമ്പോ അവൻ ബിസിയാണെങ്കിൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. അയ്യോ, എന്തോ ആടിയത് പറഞ്ഞേ. എല്ലാം ശരിയാ. നിനക്ക് അഡിക്ഷന്റെ ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ട്. 10ൽ 10. ഇനി രക്ഷയില്ല. നീ തീർന്നു മോളെ. അടുത്ത ബൈസ്റ്റാൻഡർ വന്നു കേട്ടോ. മറ്റേ ആന്റി വൈപ്പ് ഇവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. പകരം ആരാ വരുന്നതെന്ന് പലതവണ ചോദിച്ചു. ഞാൻ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എന്നാലും ആരെങ്കിലും വേണ്ടേ? സുലോചന ആന്റി തന്നെ എത്ര ദിവസം നോക്കി? ഒരു പോലീസുകാരന്റെ ഭാര്യ 1-2 ദിവസം വന്നായിരുന്നല്ലോ. സുനന്ദ ആന്റി അവർക്ക് ജോലിയുണ്ട്. അച്ഛന്റെ സിസ്റ്ററാ. അച്ഛന്റെ സിസ്റ്റർ എന്ന് പറയുമ്പോ അപ്പച്ചിന്നല്ലേ വിളിക്കണ്ടേ? ഇപ്പൊ എല്ലാരും ആന്റിന്നാ വിളിക്കുന്നത്. അപ്പച്ചീന്നും വല്യമ്മേന്നും കുഞ്ഞമ്മേന്നും വിളിക്കുമ്പോ പ്രായം തോന്നിക്കും. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. ചേച്ചീന്ന് വിളിക്കുന്നത് ആന്റിന്ന് വിളിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. അത് ശരിയാ. ജൂനിയർ നഴ്സ് വരുമ്പോ എന്നെ ചേച്ചീന്ന് വിളിക്കാറ്. അതെനിക്കിഷ്ടമല്ല. പേര് വിളിച്ചാൽ മതി എന്ന് ഞാനും പറയും. മോള് വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടിന് ഇനി ഒരാളില്ലെന്നുള്ള ടെൻഷൻ വേണ്ട. ആരുടെ മോള്? ഞാനങ്ങ് പോയേക്കുവാണേ. ഇനി ഡ്യൂട്ടി റൂമിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നോട് ദേഷ്യം വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആരും ഇല്ല വരാൻ. നാക്കുകൊണ്ടും വാക്കുകൊണ്ടും സഹായിക്കാനേ എല്ലാവർക്കും പറ്റത്തുള്ളൂ. കൊല്ലപ്പള്ളിന്നാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പക്ഷെ ഒരൊറ്റ ആളില്ല ബൈസ്റ്റാൻഡർ ആയിട്ട് വരാൻ. ആരും ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ സഹിച്ചോളാം. നിന്നെ ആരാ ഇങ്ങോട്ട് തള്ളിവിട്ടത്? ഞാനേ ഉണ്ടാവത്തുള്ളൂ അവസാനം വരെ. എനിക്ക് നിന്റെ സഹായം വേണ്ട, നിന്നെ കാണുകയും വേണ്ട, നീ എന്റെ അടുത്ത് നിൽക്കുകയും വേണ്ട. ഇങ്ങനൊന്നും പറയല്ലേ, എന്റെ അമ്മയല്ലേ. ആരോടി നിന്റെ അമ്മ? ആ വാക്ക് നീ മിണ്ടിപ്പോർ. അച്ഛന്റെ ഭാര്യ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം? നീ ഒന്നും വിളിക്കണ്ട, ഒന്ന് പോയാ മതി. ഇത്രയും വാശിയും വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ടിരുന്ന എനിക്കൊന്നും പറ്റത്തില്ല. അവനവന്റെ മനസ്സ് തന്നെ ദുഷിച്ചു പോകും. അഴുക്കെല്ലാം എടുത്ത് കളയണം മനസ്സിന്ന്. നീയാ എന്റെ അഴുക്ക്. നീ എന്ന് എന്റെ വീട്ടിലേക്ക് കയറി വന്നോ അന്ന് മുതൽ അവിടെ ദുഷിച്ചതാ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എല്ലാവരും എന്നോടാ ചെയ്ത്. അത് മാഡത്തിന്റെ ആങ്ങളമാർക്ക് പോലും ബോധ്യപ്പെട്ടു. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കേ. നീ എന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നോ അന്നെല്ലാം തീരും. ഞാൻ ആ വീട്ടിലോട്ട് സന്തോഷത്തോടെ വരും. നീ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ കാലുകുത്തില്ല, തീർച്ച. മാഡത്തിന് ഇനിയും സമയമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ. ആ കുട്ടികളോടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ. സ്വന്തം വീടുള്ളപ്പോ അവരെന്തിനാ കൊല്ലപ്പള്ളി പോയി താമസിക്കുന്നത്? മാഡം പറഞ്ഞ അവര് തിരിച്ചു വരും. കൊല്ലപ്പള്ളിയിൽ നിന്ന് അവരുടെ ജീവിതം വഴി തെറ്റിപ്പോവും. എന്റെ മക്കളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം, നീ അതിൽ തലയിടണ്ട. എന്റെ അനുജനും അനുജത്തിയാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. എന്റെ അനുജനും അനി വേറെ വല്ല അനാഥാലയത്തിലും പോയി തിരക്ക് കാണും കുറെ എണ്ണം. എന്റെ മക്കളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ട. ഹലോ, ഞാൻ രമേശൻ നായരാ, കിളിമാനൂർ. മനസ്സിലായി. എന്താ വിളിച്ചത്? അല്ല, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. രേവതിക്കുട്ടി ഈ ക്ലാസ്സില്ലേ, ഒരു ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. അവളെ കോളേജ് ചേർന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യ. ഈ വരാൻ പോകുന്ന ശനിയോ ഞായറാഴ്ചയോ വരാൻ പറ്റുമോ? നിങ്ങളിങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാ? കിളിമാനൂർ എന്ന് പറയുമ്പോ അത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ടേ? ഞാനും വൈഫും അത്ര ഹെൽത്തി അല്ല. ഞാൻ വന്ന് എന്റെ മകനോട് പറഞ്ഞു രേവതിക്കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും ഞാൻ അവളെ കണ്ടെന്നും. സത്യം പറഞ്ഞ അവൻ അതിനു വേണ്ടി മാത്രം കാത്തിരിക്കുക. ഞങ്ങളൊന്ന് നോക്കട്ടെ ഈ വീക്കെൻഡ് വരാൻ പറ്റുമോ. നിങ്ങളിങ്ങനെ തിടുക്കം കൂട്ടല്ലേ? ഓ ശരി, ഒന്ന് വിളിച്ചു പറയണേ. ഓക്കെ, വെക്കുവാ. ആരായിരുന്നു മാമച്ചായ ഫോണില്? ആ രമേശൻ നായരാ. എന്താ കൊച്ചിനെ കൊണ്ടുവല്ലാത്ത? ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു പറ. അത് കൊള്ളാം. എന്താ എത്ര പരവേശം? മൂപ്പര് വളർത്താൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാ. ഇത്ര കണ്ട ചോദിക്കാൻ. ഞാൻ പറഞ്ഞു കൊണ്ടുവരാന്ന്. അല്ലേ, ഒന്ന് കാണിക്കാന്ന് വെച്ചപ്പം അവകാശം ചോദിക്കുന്ന പോലെയായോ? അങ്ങനെയൊന്നും ചോദിച്ചില്ല. അങ്ങേരുടെ മകന്റെ മോളല്ലേ, അവൻ മരണക്കിടക്കയിലല്ലേ. എത്രയും പെട്ടെന്ന് കാണണമെന്നൊരാഗ്രഹം. മാമച്ചായ ഇത് ശരിയാകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് അടുത്തുകൂടി അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകും. നമുക്ക് പിടിച്ചു വെക്കാനോ തിരിച്ചു വെക്കാനോ എന്തെങ്കിലും അവകാശം? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഗ്രേസ്. അവൾക്ക് നമ്മളോടല്ലേ സ്നേഹം. അവള് നമ്മളെ വിട്ടു പോകും ഒരിക്കലും. വേലക്കാരിയായിട്ട് തന്നെ കണ്ടാ മതിയാ. ഇതിപ്പോ കുഞ്ഞായിട്ട് വിചാരിച്ച് എടുത്ത് മടിയിലോട്ട് വെക്കുകയും ചെയ്തു. നീ ഇങ്ങനെ വിഷമിക്കാതെ. അവളെങ്ങോട്ടും പോവില്ലല്ലോ, നമ്മുടെ കൂടെ തന്നെ ഇല്ലേ. മാമച്ചായൻ എന്തിനാ സമ്മതിച്ചത്? കൊണ്ടുപോയി കാണിക്കാന്ന് വേണ്ടായിരുന്നു. നമ്മളിവിടെ കാണിച്ചിട്ട് തിരിച്ചുകൊണ്ടുവരും. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമോ? അവരുടെ ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയിട്ട് ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോണ്ട ഇവിടെ തന്നെ നിർത്തിക്കോന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോരേണ്ടി വരും. ഗ്രേസമ്മേ, നീ എന്നെ കൂടി വെപ്രാളപ്പെടുത്തല്ലേ. എഴുതാപ്പുറം വായിച്ചു വായിച്ചു പോവാ. വാ ഇറങ്ങി. ഇതെന്നെ ഇവിടെ? ഇതേതാ സ്ഥലം? ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടിയാ. കംപ്ലീറ്റ് സേഫാ, നോ പ്രോബ്ലം. എന്താ നോക്കുന്നത്? ഞാനേ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ആരുടാ, നീ വാ. ഹലോ, ഞാൻ എത്തിയായിരുന്നടാ. മിസ് കോൾ കിട്ടായിരുന്നല്ലോ. മെസ്സേജ് കണ്ടില്ലേ? എന്നാ ഒന്നുമില്ലെന്നേ. പറ. എന്തിനാ ഡോറ് ക്ലോസ് ചെയ്തേ? ചുമ്മാ ഒരു രഹസ്യം പറയാനാ. ആരും കേക്കണ്ടാന്നേ. എന്താ പേടിയാണോ നിനക്കെന്നെ? ഞാനെന്തിനാ ഹരിയേട്ടനെ പേടിക്കണം? ഞാനൊരു സൂത്രം കാണിച്ചുതരാം. ഇതേതാ ഈ സ്ഥലം അറിയാവോ? ഞാനെങ്ങനെ അറിയാനാ? ദാ ഈ ബൈക്ക് ആരുടേതാ? എനിക്കറിയത്തില്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ ആരാണെന്ന്? ഏതോ ഒരു പെണ്ണും ചെറുക്കൻ. ഇനിയാണ് ഒന്നും മനസ്സിലാവാത്ത കാഴ്ച. സീന കാണിച്ചാരാ? മതി ഹരിയേട്ടാ, മതി. ഇതാരെ കാണിക്കല്ലേ പ്ലീസ് ഹരിയേട്ടാ. നിനക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഹായ്, മനസ്സിലായി. ഞാനിത് അച്ഛനെയും കൊച്ചച്ഛനെയും റോഹിയെയും പിന്നെ നിന്റെ അച്ഛനും കാണിച്ചു കൊടുക്കും. പ്ലീസ് ഹരിയേട്ടാ, ആരോടും പറയല്ലേ പ്ലീസ്. ആർക്കും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കല്ലേ ഹരിയേട്ടാ. ഞാൻ കാല് മേടിക്കും പ്ലീസ് ഹരിയേട്ടാ. എഴുന്നേക്കടി. ഹരിയേട്ടാ, ഉപദ്രവിക്കല്ലേ ഹരിയേട്ടാ പ്ലീസ്. എഴുന്നേക്കടി. ഇതെന്ന് തുടങ്ങിയിടി? കുറച്ചു നാളെ. സത്യം പറയടി, എന്റെ വേറെയും തെളിവുകളുണ്ട്. 2 വർഷം.
വർഷമായി. ഈ +1 പഠിക്കുമ്പോ തുടങ്ങിയതാ അല്ലേ? അതെ. അന്ന് മുതൽ ആ പന്നിയുടെ മോൻ നിന്നെ മിസ്യൂസ് ചെയ്തോണ്ടിരിക്കുക അല്ലേ? എന്താടി മിണ്ടാത്ത? പോക്സോ കേസായത്. അവനെ ജയിലിൽ കയറ്റി 10 വർഷം ഉണ്ട തിന്നുന്നത് നിനക്ക് കാണോ? സോറി ഹരിയേട്ടാ, ക്ഷമിക്കേ പ്ലീസ്. ഈശ്വരനെ ഓർത്തിരിക്കല്ലേ പ്ലീസ്. ഞാൻ എന്നതാ ചെയ്യണ്ടേ? നീ പറ. അത് ഡിലീറ്റ് ചെയ്യേ പ്ലീസ്. ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യേ. അത് വെച്ചോണ്ടിരിക്കണ്ട പ്ലീസ്. ഓ, ഞാനിത് ഡിലീറ്റ് ചെയ്യാം. പകരം നീ എനിക്കെന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം ഹരിയേട്ടാ. എന്റെ കയ്യിലുള്ള പൈസയും ഗോൾഡും എല്ലാം തരാം. ശരി, നീ കുറച്ച് കഴിയുമ്പോ എന്റെ റൂമിലേക്ക് വാ. കൊണ്ടുവിട്ട് ബാധ്യത ഒഴിവാക്കുന്ന ശിവേട്ടൻ ഇവിടെ വന്നപ്പം കൊഞ്ച് പോലെ ഇരുന്നതാ. ഓ, ഞാനിത് ഡിലീറ്റ് ചെയ്യാം. പകരം നീ എനിക്കെന്ത്